ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കാറ്റത്തി കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ സുധീഷും ഹരീഷും കൂടെ നീതുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നീതുവിൻ്റെ ഏട്ടൻ വന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചും അങ്ങോട്ട് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അപ്പം എന്തായാലും അവർ തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളെ ഹരീഷിൻ്റെ വീടിനെ കുറിച്ച് അവർ കുറ്റം പറഞ്ഞതുപോലെ തന്നെ സുധീഷ് നമ്മൾ അഖിലിനോട് അവരുടെ വീടിനെ കുറിച്ചും കുറ്റം പറയുന്നുണ്ട്. അതായത് അവർ താമസിക്കുന്ന വാടക വീട്ടിലാണ്. ഹരീഷിന് ചെറിയ വീടാണെങ്കിൽ കൂടി സ്വന്തമായിട്ടൊരു വീടെങ്കിലും ഉണ്ട്, നിനക്ക് അതെങ്കിലും ഉണ്ടോടാ, എന്നിട്ടാണ് ഇങ്ങനത്തെ വാചകം അടിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരം അതും ഇതൊക്കെ ആയി. എന്തായാലും നമ്മളെ ഹരീഷ് അവിടെ പോയിട്ട് പഞ്ച് ഡയലോഗ് അടിക്കുന്നുണ്ട്. നീതുവിനെ എനിക്ക് ഇഷ്ടമാണ്, തിരിച്ച് അവൾക്കും എന്നെ ഇഷ്ടമാണ്, അവൾ എൻ്റെ അടുത്ത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതിന്ന് വിട്ടു പോകാം, അങ്ങനെയാണെങ്കിൽ മാത്രം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നീതു പറയുന്നത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല ഹരീഷ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഹരീഷിന്റെ ഭാഗത്ത് നിന്ന് ഇത്രത്തോളം സപ്പോർട്ട് ഉണ്ടാവുമെന്ന് നീതു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീതുവിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ ആ സന്തോഷം അധികം നേരം നിന്നിട്ടില്ല. നമ്മളെ സുധീഷ് നമ്മളെ അഖിലിന്റെ കോളർ പിടിച്ചിട്ട് പറയുന്നുണ്ട്. അവരുടെ വീടിനെ പറ്റി കുറച്ചൊക്കെ കുറ്റം പറയുമ്പോൾ അത് നമ്മളെ നീതുവിനെ സഹിച്ചില്ല കേട്ടോ. ഹരീഷെ നീ ഏട്ടനെയും വിളിച്ചോണ്ട് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളെ നീതുവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല വീടിനെ പറ്റി കുറ്റം പറഞ്ഞത്. എന്തായാലും ഹരീഷ് പറയുന്നുണ്ട് എന്തായാലും അവിടെ വന്ന് കുറച്ച് വാചകം അടിച്ചതല്ലേ, അപ്പോൾ പിന്നെ തിരിച്ചു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് നേരിട്ടാവണം, അല്ലാതെ ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ കയറി പറയല്ല വേണ്ടെന്നൊക്കെ നമ്മളെ ഹരീഷ് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നീതുവിന്റെ വീടിനെ കുറിച്ചിട്ടുള്ള മോശപ്പെട്ട അഭിപ്രായങ്ങൾ നീതുവിനെ അത്ര ദഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സുധീഷിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഹരീഷിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഹരീഷ് സുധീഷിനെയും പിടിച്ചുകൊണ്ട് പോവുകട്ടോ ചെയ്യുന്നത്. അവർ പോയി കഴിഞ്ഞ ഉടനെ നീതുവിനെ അവളുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഏട്ടനും എല്ലാവരും കൂടി ചീത്ത വിളിക്കുന്നുണ്ട്. കാരണം അഖിലിന്റെ നേരെ കൈ ഉയർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാളെ അവർ അച്ഛന്റെ മേലും കൈ ഉയർത്തില്ല എന്ന് എന്താ ഇത്ര ഉറപ്പ്, അത്രയ്ക്കുള്ളൂ അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ വീടിനെ കുറിച്ചും നിന്നെ കുറിച്ചും മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോയിട്ടാണോ നീ മോളെ താമസിക്കാൻ വേണ്ടി പോകുന്നത്, അങ്ങനെ ഒരു വീട്ടിൽ നിനക്ക് സുഖം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നീതു പറയുന്നുണ്ട് അവരതിന് എന്നെ കുറിച്ച് മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവരുടെ സംസാരം കേട്ടിട്ട് നമ്മളെ നീതുവിന് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. കൂടാതെ നമ്മൾ സുധീഷ് അങ്ങനെ പറഞ്ഞതും നീതുവിന് ഇഷ്ടമായിട്ടില്ല. അപ്പൊ ആ ഒരു സങ്കടം എല്ലാം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഹരീഷ് പോകുന്ന വഴിക്ക് നമ്മളെ സുധീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞത് കുറച്ച് ഓവർ ആയി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം സുധീഷ് പിന്നെ ഹരീഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓവർ ആയിട്ടൊന്നുമില്ല, അവർ ഇങ്ങോട്ടും വന്നിട്ട് കുറേയൊക്കെ ഡയലോഗ് അടിച്ചതല്ല, അപ്പൊ നമ്മൾ കുറച്ചെങ്കിലും അങ്ങോട്ട് പറയണ്ട, അത്ര കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ലല്ലേ എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവനൊരു ടെൻഷൻ നീതുവിനെ ഹേർട്ട് ചെയ്തോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും നേരെ രണ്ടുപേരും കൂടി വീട്ടിൽ ചെന്ന് കയറുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നിധി അടുക്കളയിൽ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരെങ്ങോട്ടാ പോയതെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് വാക്കിങ്ങിന് പോയതാണെന്നാണ് പറയുന്നത്, അല്ലാതെ കാര്യം നീതുവിന്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു സംശയാസ്പദമായിട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെ നിനക്കത് മനസ്സിലായിരുന്നു, അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതാ, അപ്പോൾ അങ്ങോട്ട് തന്നെയാണല്ലേ പോയതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഞങ്ങൾ പോവാത്ത സ്ഥലത്തേക്കാണ് പോയതെന്ന് നിനക്ക് എങ്ങനെ പറയാൻ തോന്നിയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമ്മളെ നിധി ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണെരിയുന്നുണ്ട്. ആ സമയത്ത് അത് കണ്ടിട്ട് സുധീഷ് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയത്താണ് ഒരു ഓട്ടോ വരുന്നത്. ആ ഓട്ടോയിൽ നീതുവിന്റെ അച്ഛനും അമ്മയും ആയിരിക്കും കേട്ടോ. അവർ വീണ്ടും നമ്മളെ സുധീഷും ഹരീഷും അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയതിന്റെ ബാക്കി ഇവിടെ വന്ന് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഓട്ടോയിൽ ആരാന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭാസ്കരൻ അച്ഛൻ ഉമ്മറത്ത് ഇരിക്കുന്നുണ്ട്. എന്തായാലും കാര്യം മനസ്സിലായി നമ്മളെ നീതുവിന്റെ അച്ഛനാണെന്നുള്ളത്. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര സംസാരമായി. പിന്നെ ഉള്ളിൽ നിന്ന് സുഭാഷ് ഏട്ടനും ഹരീഷും സുധീഷും എല്ലാവരും ഇറങ്ങി വന്നിട്ടോ. അന്നേരമാണ് ഇവർക്ക് കാര്യം മനസ്സിലാവുന്നത്, ഇവരവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള കാര്യം. അന്നേരം സുധീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീടിനെ കുറിച്ച് മോശപ്പെട്ട അഭിപ്രായം പറഞ്ഞ ആൾക്കാരല്ലേ, അപ്പൊ അവരുടെ വീടൊന്ന് പോയി നോക്കിയതാണ്, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു വീട്ടിലേക്ക് എൻ്റെ മകളെ തരാൻ താല്പര്യമില്ലെന്ന് നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ, പിന്നെ എന്നെ വീണ്ടും അവളെ കണ്ട് സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഹരീഷ് പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് സംസാരിക്കാനോ അവളെ കാണാനോ ശ്രമിച്ചിട്ടില്ല, അവളാണ് എൻ്റെ ഷോപ്പിലേക്ക് ഇങ്ങോട്ട് വരുന്നത്, അല്ലാതെ ഞാൻ പോയതല്ല എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവളെയും ഇഷ്ടമാണ്, വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം നടത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് സുധീഷാണേ പറയുന്നത്, ഈശ്വരനാണ് സത്യം, ഇവരുടെ കല്യാണം ഞാൻ നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്, ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ നീതുവിന്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഒരു വീടാണോ, ഈ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴുന്ന വീടാണോ ഇത്, അല്ലല്ലോ, ഏതെങ്കിലും ഒരു പെണ്ണ്
ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ നിധിയുടെ കാര്യം എടുത്തിടുന്നുണ്ട്. വലിയ വീട്ടിലൊരു കുട്ടിയാണ് അവളെ പിടിച്ചോണ്ട് വന്നതല്ല, അല്ലാതെ നിങ്ങൾക്ക് അവരായിട്ട് പെണ്ണ് തന്നതൊന്നുമല്ലല്ലോ. പേട്ടന്റെ പാത പിന്തുടരാനാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും നടക്കില്ല, ഇങ്ങനൊരു വീട്ടിലേക്ക് തരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും അവരെ വീടിനെ കുറിച്ചിട്ട് കുറ്റം പറയുന്നുണ്ട് കേട്ടോ നമ്മളെ ഹരീഷും സുധീഷൊക്കെ. നിങ്ങൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഭാസ്കരൻ അച്ഛൻ പറയുന്നുണ്ട്, നീതുവിന്റെ അച്ഛൻ ആരോടോ 500 രൂപ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, അത്രയ്ക്കല്ലേ നിങ്ങളുടെ വിലയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അടിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ സുഭാഷ് ചേട്ടനാണ് പിടിച്ചു വെക്കുന്നത്. പിന്നെ പോരാത്തതിന് അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നുള്ള കുറ്റം ഇവർ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ നീതുവിന്റെ അമ്മ പറയുന്നത്, വാടക വീട്ടിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് കുറച്ച് അന്തസ്സുണ്ട്, അത് നിങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് നമ്മളെ നിധി. അവരിങ്ങനെ പറഞ്ഞതൊന്നും നമ്മളെ നിധിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെണ്ണുങ്ങൾ വാഴാത്ത വീടാണ് ഇവിടെ, ഒരു വീടെന്ന് പറയാൻ പറ്റുമോ, ഇതൊരു നല്ല വീടാണോ, പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എൻ്റെ മോളെ ഞാൻ കൊണ്ടുവരിക എന്നൊക്കെ ചോദിച്ചതൊക്കെ അവൾക്ക് ഭയങ്കര ഹേർട്ടായി. അന്നേരം അവൾ സുധീഷ് ഇതിന്റെ ഇടയിൽ ഭയങ്കര കർക്കശമായിട്ട് ഭയങ്കര ഡയലോഗൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ കൂടി നമ്മളെ സുധീഷിനെ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് താലിമാല എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മളെ സുധീഷ് ചോദിക്കുന്നത്, എന്തിനാ, അത് ഞാൻ തരില്ല, പണയം വെക്കാനോ വിൽക്കാനോ ആണെങ്കിൽ ഞാൻ തരില്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയണേ, അതൊന്നും അല്ല എടുക്കുന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഭദ്രമായി എടുത്തു വെച്ച പെട്ടിക്കുള്ളിൽ നിന്ന് അത് എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പെട്ടിക്കുള്ളിലാണ് ആൾ എടുത്തു വെച്ചത്, അത്രയ്ക്കും ഭദ്രതയോട് കൂടിയിട്ടാണ് സൂക്ഷിച്ചത്. ഇത് ആർക്കാണ്, ഹരീഷിനെ കെട്ടാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം നമ്മളെ സുധീഷിന്റെ കയ്യിൽ നിന്ന് എടുത്തു വാങ്ങി. അപ്പോഴൊന്നും നമ്മളെ സുധീഷ് ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്തിനു വേണ്ടിയിട്ടാണ് തിരികെ തന്ന താലിമാല വീണ്ടും ചോദിക്കുന്നത് എന്നുള്ള കാര്യം. എന്തായാലും അത് നേരെ ഉയർത്തി പിടിച്ചിട്ട് അവൾ തന്നെ അവളുടെ കഴുത്തിലേക്ക് അണിയോട്ട് ചെയ്യുന്നത് അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നും ആൾക്കറിയില്ല. എന്തായാലും താലി അണിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് നേരെ പോയിട്ട് ഡയലോഗ് അടിക്കുന്നത് കേട്ടോ. അവിടെ പോയിട്ട് മുറ്റത്ത് പോയിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്, എല്ലാവരോടും മിണ്ടാതിരിക്കുക, എനിക്ക് കുറച്ച് നേരം സംസാരിക്കണം, ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും സംസാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഈ വീടിന് പ്രശ്നം, ഇവിടെ പെണ്ണുങ്ങൾ വാഴില്ല എന്ന് ആരാ പറഞ്ഞത്, ഞാൻ സുധീഷിനെ കല്യാണം കഴിച്ചിട്ട് 5 മാസമായില്ലേ, ഞാനിവിടെ സന്തോഷത്തോട് കൂടിയിട്ടല്ലേ ജീവിക്കുന്നതെന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഷോക്കാവും. ഹരീഷ് ആയിക്കോട്ടെ, നികേഷ് ആയിക്കോട്ടെ, സുഭാഷ് ചേട്ടനോ, എല്ലാവരും ഷോക്കായി നിൽക്കുകയാണ് നമ്മളെ നിധിയുടെ ഡയലോഗ് കേട്ടിട്ട്. കാരണം അവൾ ഒരിക്കലും ഇങ്ങനെ പറയുന്ന ആരും വിചാരിച്ചിട്ടില്ല. അവൾ എടുത്ത് പറയുന്നുണ്ട്, ഞാൻ സുധീഷിന്റെ ഭാര്യയാണ്, സുധീഷിന്റെ ഭാര്യയായിട്ട് 5 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഞാൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അതിലെല്ലാം ഉപരി സുധീഷ് തന്നെ വലിയ അത്ഭുതത്തോട് കൂടിയിട്ടാട്ടോ നോക്കി നിൽക്കുന്നത്. അവന് ഭയങ്കര സന്തോഷമായി. ഇത്രയൊക്കെ മതി അവന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് കേട്ടിട്ട് ഭാസ്കരനച്ഛനും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും നമ്മളെ നീതുവിന്റെ അച്ഛനും അമ്മയും പുച്ഛത്തോട് കൂടിയിട്ടാട്ടോ നോക്കുന്നത്. കാരണം നിധിയെ അവൻ പിടിച്ചോണ്ട് വന്നതാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്, അല്ലാതെ അവരായിട്ട് കൊടുത്തതൊന്നുമല്ല. അതുകൊണ്ടാണ് സുധീഷിന് പെണ്ണ് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ നമ്മളെ ഹരീഷിനും ഒരു പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് മകളെ വളച്ചൊടിച്ച് വെച്ചിരിക്കുകയാണെന്നൊക്കെയാണ് നമ്മളെ നീതുവിന്റെ അമ്മ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇനി നീതുവിനെ അവർ പറഞ്ഞു പഠിപ്പിച്ചോളാം. ഹരീഷിന്റെ കാര്യം ഹരീഷ് നോക്കണം. മേലാൽ അവളെ കാണാനോ സംസാരിക്കാനോ ഇടവരരുത്. അവളെ എന്തായാലും നിന്നെ കാണിക്കില്ല, എന്തായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവളായിട്ട് ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ മകൾക്ക് അവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവർ സമ്മതിച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അവളായിട്ട് ഇനി വരില്ല, അതെന്തായാലും അവളെ പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കും, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാമെന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ നിധി പഞ്ച് ഡയലോഗൊക്കെ അടിച്ച സ്ഥിതിക്ക് ഇനി എന്തായാലും സുധീഷിന് എന്തായാലും ഇതിന്റെ ഹാങ് ഓവർ കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി എന്തൊക്കെയാണ് കഥയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.